ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ ലൈവ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. infinity-free.com ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന്. ദെൻ ക്ലിക്ക് ഓൺ സൈൻ അപ്പ്. അതിൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ പാസ്വേഡ് ഒന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, അതിനുശേഷം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. ദെൻ സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഞാൻ ഈ സൈനപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ലോഗിൻ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഈ സൈനപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക. ദെൻ നമ്മൾ നേരെ ലോഗിൻ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അവിടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ദെൻ പാസ്വേഡ് ആഡ് ചെയ്തു. ദെൻ നമ്മൾ സൈൻ ഇൻ ചെയ്തു. അവിടെ തന്നെ നമ്മുടെ ഹോസ്റ്റിംഗ് അക്കൗണ്ട് കാണിക്കും. ഓൾറെഡി ഞാൻ ഇവിടെ ഒരു ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 3 എണ്ണം വരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തു. ദെൻ നമ്മൾ ഹോസ്റ്റിംഗ് പ്ലാൻ $0 സെലക്ട് ചെയ്തു. ബാക്കിയുള്ളതൊക്കെ പ്രീമിയം വേർഷൻസ് ആണ്. സ്റ്റാർട്ടർ, സുപ്രീം, അൾട്ടിമേറ്റ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇൻഫിനിറ്റി ഫ്രീയുടെ 0 കോസ്റ്റിലുള്ളത് നമ്മൾ ക്രിയേറ്റ് നൗവിൽ ക്ലിക്ക് ചെയ്തു. ദെൻ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ് ഡൊമൈനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സബ് ഡൊമൈൻ ഇഫ് വി ഹാവ് കസ്റ്റം ഡൊമൈൻ, നമുക്ക് ഓൾറെഡി ഒരു ഡൊമൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലെ ഹോസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കത് ലൈവ് ആക്കാൻ സാധിക്കും. അതിൽ ചെക്ക് ചെയ്യണം നമ്മൾ ഡൊമൈൻ ആദ്യം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡൊമൈൻ്റെ അണ്ടറിൽ, അതിനെയാണ് സബ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫിനിറ്റി ഫ്രീ പ്രൊവൈഡ് ചെയ്യുന്ന സബ് ഡൊമൈൻസ് ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ സബ് ഡൊമൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ സബ് ഡൊമൈൻസ് അവൈലബിൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ആദ്യം. സബ് ഡൊമൈൻ്റെ അവിടെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പേരാണെന്നെങ്കിൽ പേര് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ഡൊമൈൻ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്, അതിലിഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. നമ്മളിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 1 2 3 3 4 5 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. 876 ആഡ് ചെയ്തു. ദെൻ അത് അവൈലബിൾ ആണോ ചെക്ക് ചെയ്തു. ഓക്കെ, ഇറ്റ്സ് അവൈലബിൾ ആണ്. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്തുമ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. താഴേക്ക് വന്നു കഴിയുമ്പോൾ അതിൽ ഇമെയിൽ കൺസെൻ്റ് ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ താഴേക്ക് വന്നിട്ട് ഐ അപ്രൂവ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും പ്രോസസ്സ് നമ്മൾ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സബ് ഡൊമൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ വി ആർ ഗോയിങ് ടു ഓപ്പൺ ദ കൺട്രോൾ പാനൽ. അവിടെ വേർഡ്പ്രസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾക്ക് ആവശ്യമാണ് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. അതിനു മുമ്പായിട്ട് ഇതിൽ ഐ അപ്രൂവ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഐ അപ്രൂവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രോൾ പാനലിൽ എൻ്റർ ചെയ്തു. അതിൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, ആ സോഫ്റ്റ്വെയറിൽ സോഫ്റ്റാക്ലോസ് ആപ്പ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് CMS പ്ലാറ്റ്ഫോംസ്, കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ആ സിസ്റ്റംസ് അവൈലബിൾ ആയിട്ട് കാണിക്കും. അതിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് വേർഡ്പ്രസ് ആണ്. വേർഡ്പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. ഇവിടെ വേർഡ്പ്രസ്, ജൂംല, ബാൻഡേ കാർട്ട്, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ബട്ട് അതിൽ നമ്മൾ വേർഡ്പ്രസ് ആണ് സെലക്ട് ചെയ്യുന്നത്, ബിക്കോസ് ഈസിലി കസ്റ്റമൈസബിൾ വേർഡ്പ്രസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മുടെ ഡൊമൈൻ, സബ് ഡൊമൈൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ വേർഡ്പ്രസിൻ്റെ വേർഷൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ദെൻ ഇവിടെ സൈറ്റ് നെയിമും സൈറ്റ് ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ പിന്നീട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ആഡ് ചെയ്യേണ്ടത് യൂസർ നെയിം ആൻഡ് പാസ്വേഡാണ്. അത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി, അഡ്മിൻ പാനൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. സോ അത് മറന്നു പോകാതിരിക്കുക. ജസ്റ്റ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ഇമെയിൽ അഡ്രസ്സും ആഡ് ചെയ്യുക. ദെൻ വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ അതിൻ്റെ വേർഡ്പ്രസ് പ്ലഗിൻസിൻ്റെയും വേർഡ്പ്രസ് തീംസും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇൻസ്റ്റാൾ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദിസ് മേ ടേക്ക് അബൌട്ട് 2 or 3 minutes. ചിലപ്പോൾ പെട്ടെന്നായേക്കാം. ഈ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കഴിയുന്നതോടുകൂടി നമ്മുടെ വെബ്സൈറ്റ് ലൈവ് ആക്കുന്നതായിരിക്കും. ചില സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു എറേഴ്സ് വന്നേക്കാം. ബട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്. അതിന് താഴെയായിട്ട് നമ്മുടെ അഡ്മിൻ പാനലിൽ ആക്സസ് ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് URL ഉണ്ട്. ഓക്കെ, അതിന് അഡ്മിനിസ്ട്രേറ്റീവ് URL നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് URL ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ ബാക്ക് എൻഡിലേക്ക് പോകും. അവിടെ എഡിറ്റിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോസിബിളാണ്. ഇവിടെ നോട്ട് സെക്യൂർ എന്ന് കാണിക്കുന്ന SSL സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാത്തത് കൊണ്ടാണ്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് SSL സർട്ടിഫിക്കേഷൻ ആഡ് ചെയ്യുന്നതിനെ പറ്റി നോക്കാം. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മൈ ബ്ലോഗ്സും നമ്മുടെ ടാഗ് ലൈൻസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ നമുക്ക് സെറ്റിങ്സിൽ ജനറൽ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ടൈറ്റിൽ, ടാഗ് ലൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും താഴെയായിട്ട് സേവ് ചേഞ്ചസ് ഉണ്ട്, ആ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈ ബ്ലോഗ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വിസിറ്റ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സൈറ്റിൻ്റെ ജസ്റ്റ് ഒരു വ്യൂ വരുന്നത്. ഇവിടം വരെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ഇറ്റ്സ് സോ സിമ്പിൾ. ഇതിൻ്റെ നെക്സ്റ്റ് വേർഡ്പ്രസ് തീംസ് ആഡ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.